മാസങ്ങളായി പാൽ അളന്ന പണം ലഭിക്കാത്തതിൽ ക്ഷീര കർഷകർ എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന് മുന്നിൽ പാൽ ഒഴിച്ച് പ്രതിഷേധിച്ചു. അത് ഇവര് കൊണ്ടുപോകേണ്ടത് അവര് വീട്ടിലെ കാര്യങ്ങൾ നടക്കണല്ലോ ഭംഗിയായിട്ട്. കംപ്ലൈന്റ് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്, അത് കൊടുക്കാം. ഇനി അതോ പ്രസിഡന്റ് ഇങ്ങോട്ട് വരാൻ തയ്യാറല്ലെങ്കിൽ ഈ പാല കൂടിയിട്ട് പ്രസിഡന്റിന്റെ വീട്ടിൽ കൊണ്ടുപോകുക, അവന്റെ പണിക്ക് കൊണ്ടുപോയി ഒഴിക്കുക, അവൻ ചായ ഉണ്ടാക്കി കുടിക്കുക, എന്താ ചെയ്യുക. 3 മാസമായി കർഷകർക്ക് പാലളന്ന പണം ലഭിച്ചിട്ട് നിരന്തരം പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ അവധികൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതിനെ തുടർന്നാണ് ഞായറാഴ്ച പുലർച്ചെ 6:30 കർഷകർ ക്ഷീരസംഘം ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. 30,000 രൂപ വരെ ലഭിക്കാനുണ്ടെന്ന് കർഷകർ പറയുന്നു. മൊത്തം 5 ലക്ഷത്തിലധികം രൂപ പാൽ അളന്ന വകയിൽ കർഷകർക്ക് സൊസൈറ്റി നൽകുവാനുണ്ടെന്നും കർഷകർ പറയുന്നു. 42 രൂപയ്ക്ക് കർഷകരിൽ നിന്നും പാൽ സംഭരിച്ച് 55 രൂപയ്ക്കാണ് സൊസൈറ്റി പുറമെ വിൽക്കുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് സെക്രട്ടറി എത്തിയെങ്കിലും കർഷകർക്ക് ലഭിക്കേണ്ട പണം എന്ന് നൽകുമെന്നതിനെക്കുറിച്ച് പറയാൻ തയ്യാറായില്ല എന്നും പ്രസിഡന്റിനെ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിട്ടും നേരിട്ട് വരുവാനോ ഫോൺ എടുക്കുവാനോ തയ്യാറായില്ലെന്നും കർഷകർ പറയുന്നു. ഒരാൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ 10 അംഗ സംഘമാണ്. ഈ 10 അംഗ സംഘത്തിൽ ഒരാളെങ്കിലും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 6 മണിക്ക് വന്നിരിക്കുന്നതാണ്, 6 മണിക്ക് പാലടക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഇതേവരെ ഒരു മനുഷ്യന്മാർ ഇവിടെ എത്തിയിട്ടില്ല. സെക്രട്ടറി വിളിച്ചപ്പോൾ സെക്രട്ടറിക്ക് പനിയാണ്, എന്നിട്ട് വിളിച്ചു വരുത്തി ഇവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്. അവന് പനിയാണ്. അവൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരാമെന്ന് പൈസ, എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞ് എന്നെ സെറ്റിൽ ചെയ്ത് തരാമെന്നു. ഒറ്റപ്പെട്ട ആരോപണം ഉന്നയിക്കുമ്പോൾ ഒറ്റപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് അവരെ സെറ്റിൽ ചെയ്യാന്നുള്ള ഒരു തീരുമാനമാണ് ഇവരുടെ കയ്യിൽ. എന്റെ സെറ്റിൽ ചെയ്ത് തരാൻ പറഞ്ഞു, അവന്റെ സെറ്റിൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഓരോരുത്തരും സെറ്റിൽ ചെയ്യാന്ന്. ആ ബാക്കിയുള്ളവർ ഈ ചെടിയും കൊതുകടിയും കൊള്ളാത്തരോ. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ കർഷകർ പരാതി നൽകി. കോൺഗ്രസ് നേതാക്കളായ അമ്പലപ്പാട്ട് മണികണ്ഠൻ, MM നിഷാദ്, NK കബീർ, അജു നെല്ലുവായ്, PS സുനീഷ്, MC ഐജു എന്നിവരും കർഷകർക്ക് പിന്തുണയർപ്പിച്ചെത്തിയിരുന്നു. ഈ ആവശ്യമുന്നയിച്ച് കോൺഗ്രസ് മുമ്പും സമരം നടത്തിയിരുന്നു. കർഷകർക്ക് അവരുടെ അർഹതപ്പെട്ട പണം ലഭിക്കുന്നതുവരെ സമര പ്രക്ഷോഭ പരിപാടികളുമായി കൂടെയുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ഈ സൊസൈറ്റിയുടെ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും വിളിച്ചപ്പോൾ ആദ്യമൊന്നും ഫോൺ എടുക്കാൻ തയ്യാറായില്ല. പിന്നീട് ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ സെക്രട്ടറി ഫോൺ എടുക്കുകയും അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുകയാണെന്ന് പറഞ്ഞു. പ്രസിഡന്റിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ പ്രസിഡന്റ് ഫോൺ എടുത്തു. അദ്ദേഹം ഈ വഴിക്ക് വരാൻ, ഇവ കർഷകരെ ഒന്ന് വന്ന് കാണാനോ അവരുടെ വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനോ അത് പരിഹരിക്കാനോ ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റു ഭരണസമിതി അംഗങ്ങളോ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഇവിടെ വന്ന് ഈ കർഷകരെ കണ്ട് നേരിട്ട് ചോദിച്ചപ്പോൾ ഏകദേശം ഇവിടെ നിൽക്കുന്ന ആളുകളുടെ തന്നെ കണക്കെടുത്തപ്പോൾ 1.5 ലക്ഷത്തോളം രൂപ ഇവിടെ നിൽക്കുന്ന കർഷകർക്ക് കിട്ടാനുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പ്രതിഷേധത്തിലും ഇതിൽ ഇവിടുത്തെ ഭരണാധികാരികൾ കണ്ണ് തുറന്നില്ലെങ്കിൽ തീർച്ചയായും ഇവരുടെയൊക്കെ വീടുകളിലേക്ക് ഈ പ്രതിഷേധത്തിന്റെ രൂപം സമരവും മാറുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതിൽ